നമസ്കാരം. കേരളത്തിലെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്ന ലക്ഷക്കണക്കിന് ഗുണഭോക്താക്കളും വിവിധ ക്ഷേമനിധി ബോർഡ് പെൻഷൻകാരും അടിയന്തരമായി അറിഞ്ഞിരിക്കേണ്ട സുപ്രധാന വിവരങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് മസ്റ്ററിങ്ങിനെ കുറിച്ച് നിരവധി ആളുകൾ സംശയങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. മസ്റ്ററിങ് നിർബന്ധമാണോ? ആധാർ കാർഡ് മാത്രം മതിയോ മസ്റ്ററിങ് ചെയ്യാനായിട്ട്? മസ്റ്ററിങ് ചെയ്യാതിരുന്നാൽ പെൻഷൻ തടസ്സപ്പെടുമോ? പുതിയതായിട്ട് പെൻഷൻ ലഭിച്ചവർ ഇത് ചെയ്യണമോ? എന്നിങ്ങനെ ഒട്ടേറെ സംശയങ്ങൾ പലർക്കുമുണ്ട്. അപ്പോൾ ഈ ചോദ്യങ്ങൾക്കെല്ലാം കൃത്യവും ലളിതവുമായിട്ടുള്ള മറുപടിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് നൽകുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ പ്രേക്ഷകരും ഈ വീഡിയോ ഒട്ടും ഒഴിവാക്കാതെ അവസാനം വരെ കാണുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രത്യേകിച്ചും വീട്ടിലെ മുതിർന്നവർ, വിധവകൾ, അതോടൊപ്പം തന്നെ ഭിന്നശേഷിക്കാർ, കർഷക തൊഴിലാളികൾ, വിവിധ ക്ഷേമനിധി ബോർഡ് ഗുണഭോക്താക്കൾ എന്നിവരുടെ കുടുംബാംഗങ്ങൾ എന്നിവരെല്ലാം തന്നെ ഈ വിവരം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും വീഡിയോ കാണുന്നവർ തീർച്ചയായിട്ടും ഫോളോ ചെയ്യുവാനും മറക്കരുത്. ആദ്യം തന്നെ മസ്റ്ററിംഗ് സംബന്ധിച്ച വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മനസ്സിലാക്കാം. മസ്റ്ററിംഗ് എന്നത് പുതിയ പെൻഷനായിട്ട് അപേക്ഷിക്കുന്നതോ അല്ലെങ്കിൽ അപേക്ഷ പുതുക്കുന്നതോ ബാങ്ക് അക്കൗണ്ട് മാറ്റുന്നതോ ആയിട്ടുള്ള ഒരു പ്രക്രിയയല്ല. മറിച്ച് സർക്കാർ രേഖകളിൽ പെൻഷൻ കൈപ്പറ്റുന്ന വ്യക്തി ജീവിച്ചിരിപ്പുണ്ടെന്നും അർഹനായിട്ടുള്ള വ്യക്തി തന്നെയാണ് ഇത്തരത്തിൽ ഈ പെൻഷൻ തുക വാങ്ങുന്നതെന്നും ഉറപ്പാക്കാൻ സർക്കാർ നടത്തുന്ന വാർഷിക ബയോമെട്രിക് പരിശോധനയാണ്. കാലക്രമേണ ഗുണഭോക്താക്കളിൽ ചിലർ മരണപ്പെടുകയോ തെറ്റായ രീതിയിൽ പെൻഷൻ തുടരുകയോ ചെയ്യുന്ന സാഹചര്യങ്ങളൊക്കെ തന്നെ ഒഴിവാക്കാനും അർഹരായവർക്ക് തടസ്സമില്ലാതെ തുക ലഭ്യമാക്കാനും വേണ്ടിയാണ് സർക്കാർ ഡാറ്റാബേസ് കൃത്യമായിട്ട് പുതുക്കുന്നത്. ഇത് പുതിയൊരു നിയമമല്ല, വർഷങ്ങളായിട്ട് നടപ്പിലാക്കി വരുന്ന ഒരു പരിശോധനാ രീതി തന്നെയാണ്. അപ്പോൾ ഈ വർഷത്തെ മസ്റ്ററിംഗ് നടപടികൾ 2026 ജൂലൈ 17 മുതൽ ആരംഭിച്ചിരിക്കുകയാണ്. 2026 സെപ്റ്റംബർ 30 വരെയാണ് മസ്റ്ററിംഗ് പൂർത്തിയാക്കാനുള്ള അവസാന തീയതി നൽകിയിരിക്കുന്നത്. നിർദ്ദിഷ്ട സമയത്തിനുള്ളിൽ മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്ത ഗുണഭോക്താക്കൾക്ക് 2026 നവംബർ മാസം മുതൽ പെൻഷൻ വിതരണം തടസ്സപ്പെടുന്നതാണ്. ഇതിൻ്റെ അർത്ഥം പെൻഷൻ സ്ഥിരമായിട്ട് റദ്ദാക്കുന്നുവെന്നല്ല, മറിച്ച് ആവശ്യമായ പരിശോധനകളൊക്കെ തന്നെ പൂർത്തിയാക്കുന്നത് വരെ താൽക്കാലികമായിട്ട് തടഞ്ഞു വയ്ക്കുമെന്നാണ്. കൂടാതെ 2025 ഡിസംബർ 31 വരെ പെൻഷൻ അനുവദിച്ച് കിട്ടിയവർക്കാണ് നിലവിൽ ഈ ഒരു വാർഷിക മസ്റ്ററിംഗ് നിർബന്ധമാക്കിയിട്ടുള്ളത്. അടുത്തിടെ മാത്രം പെൻഷൻ ലഭിച്ചു തുടങ്ങിയ പുതിയ ഗുണഭോക്താക്കൾക്ക് തൽക്കാലം ഇത് ബാധകമല്ലെങ്കിലും തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നോ ബന്ധപ്പെട്ട ഓഫീസുകളിൽ നിന്നോ പ്രത്യേക നിർദ്ദേശമുണ്ടെങ്കിൽ അതനുസരിച്ച് കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യുക. എല്ലാ വിഭാഗത്തിൽപ്പെട്ട പെൻഷൻകാർക്കും ഒരേ രീതിയിലല്ല മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ടത്. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്നവർ, ഉദാഹരണത്തിന് ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷൻ ആയിക്കോട്ടെ, അതുപോലെ തന്നെ വിധവാ പെൻഷൻ, ഭിന്നശേഷി പെൻഷൻ, കർഷക തൊഴിലാളികൾക്കുള്ള പെൻഷൻ, 50 വയസ്സിന് മുകളിലുള്ള അവിവാഹിതരായിട്ടുള്ള സ്ത്രീകൾക്കുള്ള പെൻഷൻ, ഇവർക്കൊക്കെ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയാണ് ഈ ഒരു ബയോമെട്രിക് മസ്റ്ററിംഗ് ചെയ്യേണ്ടത്. എന്നാൽ സംസ്ഥാന സഹകരണ ജീവനക്കാരുടെ പെൻഷൻ ബോർഡിൽ നിന്നുള്ളവരൊക്കെ തന്നെ ജീവൻ രേഖ, അതായത് ജീവൻ പ്രമാൺ ആപ്പ് ഉപയോഗിച്ചും മദ്രസ അധ്യാപക ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾ അതായത് ഓഫീസുകൾ വഴിയുമാണ് ഈ ഒരു മസ്റ്ററിംഗ് നടപടിയൊക്കെ തന്നെ പൂർത്തിയാക്കേണ്ടത്. അതിനാൽ തന്നെ നിങ്ങൾ ഏത് വിഭാഗത്തിലാണ് ഉൾപ്പെടുന്നതെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി വേണം മുന്നോട്ട് പോകാനായിട്ട്. മസ്റ്ററിങ്ങിനായിട്ട് അക്ഷയ കേന്ദ്രങ്ങളിൽ പോകുമ്പോൾ പ്രധാനമായിട്ട് 3 കാര്യങ്ങൾ കരുതേണ്ടതായിട്ടുണ്ട്. ഒന്നാമതായിട്ട് ആധാർ കാർഡ്. ബയോമെട്രിക് പരിശോധനയ്ക്ക് അടിസ്ഥാനം ആധാറിലെ വിവരങ്ങളാണ്. രണ്ടാമതായിട്ട് നിങ്ങളുടെ പെൻഷൻ ബുക്കിലെ, അതായത് പെൻഷൻ നമ്പർ അല്ലെങ്കിൽ PPO പെൻഷൻ പേയ്മെൻറ്റ് ഓർഡർ, ആ നമ്പർ എന്നിവയൊക്കെയാണ്. ഇനി അതുപോലെ തന്നെ മൂന്നാമതായിട്ട് ആധാറുമായിട്ട് ബന്ധിപ്പിച്ച മൊബൈൽ നമ്പർ. ചില സന്ദർഭങ്ങളിൽ OTP പരിശോധന ആവശ്യമായി വന്നേക്കാം, അതുകൊണ്ടാണ് ഇത് ബാധകമാകുന്നത്. അക്ഷയ കേന്ദ്രത്തിൽ എത്തുമ്പോൾ ജീവനക്കാർ വിവരങ്ങളൊക്കെ തന്നെ പരിശോധിച്ച ശേഷം വിരലടയാളമോ ഐറിസ്, അതായത് കണ്ണ് സ്കാൻ ചെയ്യുന്ന വഴിയോ ബയോമെട്രിക് മസ്റ്ററിംഗ് പൂർത്തിയാക്കുന്നതാണ്. തിരക്കില്ലെങ്കിൽ ഏതാനും മിനിറ്റുകൾ കൊണ്ട് തന്നെ ഈ ഒരു പ്രക്രിയ പൂർത്തിയാക്കാൻ സാധിക്കും. അക്ഷയ കേന്ദ്രങ്ങളിലെ പൊതുവായിട്ടുള്ള സർവീസ് ചാർജ് 30 രൂപയാണ്. ഇനി ഗുരുതരമായിട്ടുള്ള അസുഖബാധിതരായിക്കോട്ടെ, അല്ലെങ്കിൽ കിടപ്പിലായവർ, പ്രായാധിക്യത്താലൊക്കെ തന്നെ യാത്ര ചെയ്യാൻ കഴിയാത്തവർ എന്നിവർക്കായിട്ട് പ്രത്യേക സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതാണ് ഹോം മസ്റ്ററിംഗ്. അക്ഷയ കേന്ദ്രങ്ങളിലെ പ്രതിനിധികളൊക്കെ തന്നെ നിങ്ങളുടെ വീടുകളിൽ നേരിട്ടെത്തി മസ്റ്ററിംഗ് നടത്തുന്ന ഒരു സംവിധാനമാണിത്. ഇതിനായിട്ട് സമീപത്തെ അക്ഷയ കേന്ദ്രങ്ങളിൽ മുൻകൂട്ടി നിങ്ങളെല്ലാവരും വിവരം അറിയിക്കേണ്ടതായിട്ടുണ്ട്. ഇത്തരം ഹോം സേവനങ്ങൾ നിർദ്ദിഷ്ട സർവീസ് ചാർജ്, അതായത് സാധാരണയായിട്ട് 130 മുതൽ 150 വരെയൊക്കെ തന്നെ ഈടാക്കാറുണ്ട്. ഇനി പ്രായമായവരുടെയൊക്കെ തന്നെ വിരലടയാളം തെളിയാതെ, അതായത് ബയോമെട്രിക് മസ്റ്ററിംഗ് പരാജയപ്പെട്ടാൽ ഭയപ്പെടേണ്ടതില്ല. അത്തരം സാഹചര്യങ്ങളിൽ ഗസറ്റഡ് ഓഫീസറുടെയോ അല്ലെങ്കിൽ വില്ലേജ് ഓഫീസറോ നൽകുന്ന ലൈഫ് സർട്ടിഫിക്കറ്റ് ബന്ധപ്പെട്ട അധികാരികൾക്ക് സമർപ്പിച്ചാൽ മതിയാകും. അതുകൊണ്ട് തന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക. അവസാന ദിവസങ്ങളിൽ അക്ഷയ കേന്ദ്രങ്ങളിൽ വലിയ രീതിയിലുള്ള തിരക്ക് അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഒരുപക്ഷെ അവസാന നിമിഷങ്ങളിലേക്ക് പോകുമ്പോൾ സെർവർ തകരാറൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ മസ്റ്ററിംഗ് ചെയ്യാൻ സാധിക്കാതെ വരുന്ന ഒരു സാഹചര്യമുണ്ടാകും. മാത്രമല്ല അവസാന ദിവസങ്ങളിൽ അക്ഷയ കേന്ദ്രങ്ങളിൽ വലിയ രീതിയിലുള്ള തിരക്ക് അനുഭവപ്പെടാനുള്ള സാധ്യതയുള്ളതിനാൽ തന്നെ സെപ്റ്റംബർ 30 വരെ കാത്തു നിൽക്കാതെ കഴിയുന്നത്ര വേഗത്തിൽ തന്നെ എല്ലാവരും മസ്റ്ററിംഗ് പൂർത്തിയാക്കുക. കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയർ നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.